പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. ലോകത്തിൽ സർവേശനോ സ്തുതിഗീതം ശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം ശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം ശാന്തി പ്രത്യാശയമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. അഖിലചരാചര സൃഷ്ടാവേ, അഖിലരും ഒന്നായി പാടുന്നു അനവരതം സ്തുതിഗീതങ്ങൾ ആമോദത്താൽ പാടുന്നു. അഖിലചരാചര സൃഷ്ടാവേ, അഖിലരും ഒന്നായി പാടുന്നു അനവരതം സ്തുതിഗീതങ്ങൾ ആമോദത്താൽ പാടുന്നു. ആദാ 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 ദൈവമേ, നീ മാത്രമേ രക്ഷകനും ഏറ്റുപാടും ഞങ്ങൾ. ആദാ
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നിസ്സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അവർത്തിയേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനം ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവ്വം വചനം ശ്രവിക്കുവിൻ. നിയമപുസ്തകങ്ങളുടെ വായന അധ്യായം 4 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തത പാലിക്കുക. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടരുന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്നു നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിത എന്നതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? ദൈവമായ കർത്താവിനെ സ്തുതി.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആസ്വദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവമഹത്വത്തിന്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരുടെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സർവ്വവും കർത്താവിൻ്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാവുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിനെന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 വാക്യങ്ങൾ 57 മുതൽ 13-ാം അധ്യായം 5 വരെ. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ ബാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്ലീഹ കാലഘട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. പശ്ചാത്തപത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുക. പശ്ചാത്തപിച്ച് തിരികെ വരിക. എന്താണ് പശ്ചാത്താപമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്
ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവും പാപത്തോടുള്ള ഒരു പിന്തിരിപ്പുമാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലെ പശ്ചാത്താപമെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 4 വ്യക്തികളിലൂടെയാണ് ഈ പശ്ചാത്താപത്തിൻ്റെ തലങ്ങൾ ഈ സുവിശേഷത്തിലൂടെ പ്രകടമാക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ 4 കഥാപാത്രങ്ങളാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഏറെ പരിചിതമാണ് ഈ 4 കഥാപാത്രങ്ങൾ. ഒരുപക്ഷെ ഈ അനുതാപത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ 4 കഥാപാത്രങ്ങളെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് സഭ നമ്മളോട് പറഞ്ഞു വയ്ക്കുക വിശുദ്ധ പത്രോസ്ലീഹായെ കുറിച്ചാണ്. വിശുദ്ധ പത്രോസ്ലീഹായെ കുറിച്ച് ലൂക്കാസ് വിശേഷം 22-ാം അധ്യായം 61 മുതൽ 62 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്നതായിട്ടാണ് കാണുക. 3 പ്രാവശ്യം പത്രോസ്ലീഹ ഈശോയെ തള്ളി പറഞ്ഞു. പക്ഷെ പിന്നീടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീനെ തള്ളി പറയുമെന്ന ഈശോയുടെ വചനം അവിടെ പൂർത്തിയാകുമ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നു പത്രോസ്ലീഹ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞുവെന്നാണ് പറയുക. പൊട്ടിക്കരഞ്ഞ പത്രോസ്ലീഹായെ പിന്നീട് സഭയുടെ തലവനായി, പ്രഥമ പാപ്പയായി, സഭയുടെ തലവനായി ക്രിസ്തു ഉയർത്തിയെങ്കിൽ ആ പശ്ചാത്താപം ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവ്. കൂടെ പത്രോസ്ലീഹായുടെ കൂടെ ഇതുപോലുള്ളൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു, യൂദാസ്. നമുക്കറിയാം അവസാനം പശ്ചാത്താപത്തിലേക്ക് വന്നു, പക്ഷേ ആത്മഹത്യയാണ് ചെയ്തത്. ഇതാണ് ഈ 2 പശ്ചാത്താപവും തമ്മിലുള്ള വ്യത്യാസം. പത്രോസ്ലീഹായുടെ പശ്ചാത്താപവും അതുപോലെ തന്നെ യൂദാസിന്റെ പശ്ചാത്താപവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പത്രോസ്ലീഹ യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ച് ക്രിസ്തുവിലേക്ക് തിരികെ വന്നു. യൂദാസ് പശ്ചാത്തപിച്ചു, പക്ഷേ ആത്മഹത്യയിലേക്ക് ശ്രമിച്ചു, ജീവനെ തന്നെ ഇല്ലാതാക്കി മാറ്റി. ഇതിൽ നമ്മൾ ഈ 2 വിഭാഗങ്ങളിൽ പത്രോസ്ലീഹായെ പോലെയാകണമെന്ന് സഭ നമ്മളെ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിലേക്ക് തിരികെ വരിക. രണ്ടാമതായി പഴയ നിയമഗ്രന്ഥത്തിൽ ദാവീദ് രാജാവിനെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവ് 2 സാമുവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ദാവീദ് രാജാവ് പാപം ചെയ്ത് ആ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം ദാവീദ് രാജാവ് വേട്ടയാടിയപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ദാവീദ് രാജാവ് അവിടെ പറയുന്നത്. ഞാൻ ഇന്ന വ്യക്തിയോട് പാപം ചെയ്തു എന്നല്ല, മറിച്ച് ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് പാപം ചെയ്തു എന്നാണ് ദാവീദ് രാജാവ് അവിടെ പറഞ്ഞു വെക്കുക. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 51-ാം അധ്യായം ഒരു പശ്ചാത്താപത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമായിട്ട് മാറ്റപ്പെടുകയാണ്. ഇന്ന് ഭവനങ്ങളിലെത്തുമ്പോൾ ഈ സങ്കീർത്തനം 51-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ദാവീദിന്റെ അനുതാപം മുഴുവൻ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദാവീദ് രാജാവ് ദൈവത്തിങ്കിലേക്കാണ് തിരികെ വന്നത്. ദാവീദ് രാജാവ് പാപം ചെയ്ത് ദൈവത്തിങ്കിലേക്കാണ് തിരികെ വരിക. ഈ ഞായറാഴ്ച ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അനുതാപം എന്നുള്ളത് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവാണ്. അതുകൊണ്ടാണ് കുമ്പസാരമൊക്കെ സഭയിൽ നിലനിൽക്കുക. ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവ്, ദൈവത്തോട് ഈശോയുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. മൂന്നാമതായി ഈശോയുടെ കുരിശിന് ചുവട്ടിലെ കള്ളനെ കുറിച്ചാണ് പറയുക. ദുഷ്ടനായ കള്ളനെ കുറിച്ച് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ലൂക്കാസ് വിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, അവസാന സമയത്ത് പോലും ക്രിസ്തുവിനോട് മല്ലിട്ടവനുമുണ്ടായിരുന്നു, അവസാന സമയത്ത് രക്ഷിക്കണമെന്ന് പറഞ്ഞ കള്ളനുമുണ്ടായിരുന്നു. അങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ കള്ളനോട് യേശുനാഥൻ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. ഒരുപക്ഷെ ആ കള്ളന്റെ സാക്ഷ്യം മൂലം മറ്റേ കള്ളൻ മനസ്താപപ്പെടാതെ കുരിശിൽ കിടന്നതൊക്കെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തിരികെ വരുവാനായിട്ട്, ക്രിസ്തുവിലേക്ക് തിരികെ വരുവാനായിട്ട് സാധിക്കുമ്പോൾ ഈശോ നമ്മോട് പറയും, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. കുമ്പസാരത്തിലൂടെയൊക്കെ ലഭിക്കുന്ന പാപമോചനത്തിന്റെ അർത്ഥം ഇതാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിന് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി ഈശോയെ സ്വീകരിക്കുന്നവരാണോ നമ്മൾ ഇന്ന് ചിന്തിക്കുക. അതുകൊണ്ട് സഭ നമ്മളോട് പറയുക, ഒരു കുമ്പസാരം പൂർണ്ണമാകുന്നത് 2 വിധത്തിലാണെന്നാണ് പറയുക. ഒന്നാമതായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്, ഒരു കുമ്പസാരത്തിന്റെ പൂർണ്ണത കൈവരിക വൈദികൻ നൽകുന്ന പ്രാശ്ചിത്തം നമ്മൾ നിറവേറ്റുമ്പോൾ. രണ്ടാമതായിട്ട് പറഞ്ഞു വയ്ക്കുക, പാപങ്ങളിലേക്ക് തിരികെ പോവുകയില്ലെന്ന പ്രതിജ്ഞയിലൂടെയുമാണ്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഒരു കുമ്പസാരത്തെ പൂർണ്ണമാക്കുക. അതുകൊണ്ടാണ് ഈ കള്ളന്റെ മനസ്താപത്തിൽ പറയുക, നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലായിരിക്കും. അവൻ അതോടുകൂടി അവന് പാപങ്ങളിലേക്ക് തിരികെ
തിരികെ പോകാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ പറ്റുകയില്ല, ചെയ്യുകയില്ല എന്ന് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ അവിടെ പറഞ്ഞു വെച്ചു, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരുങ്ങി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ സാധിക്കണമെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറയുക സക്കേവൂസിനെ കുറിച്ചാണ്. സക്കേവൂസ് ചെയ്തത് നമുക്കറിയാം. സിക്കമോർ മരത്തിൽ കയറി ഈശോയെ കാത്തിരുന്ന സക്കേവൂസിന്റെ ജീവിതത്തിലേക്ക് യേശുനാഥൻ നടക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുക സുവിശേഷത്തിൽ. അതുകൊണ്ട് ഒരു കാത്തിരിപ്പാണ്, ഒരു അനുതാപമെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവിലൂടെ, പൂർണ്ണമായ മനസ്താപത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നിറയാനുള്ള ഒരു കാത്തിരിപ്പ് വളരെ വിലപ്പെട്ടതാണെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ശിഷ്യ സമൂഹത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈശോയോടൊപ്പമായിരുന്ന സമയത്ത് ഒരുപക്ഷെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരു പരിധി വരെ അവർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ സെഹിയോൻ ശാലയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അവരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ആ പരിശുദ്ധാത്മാവിനാൽ തീപിടിച്ച ശിഷ്യ സമൂഹം ആത്മാവിനാൽ ജ്വലിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുക അനുതാപത്തിലൂടെ ആത്മാവിനെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഈ അനുതാപത്തിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുവാൻ, കുടുംബ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കുവാൻ, അനുതാപത്തോട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുമ്പോഴാണ് ഇന്നത്തെ വചനത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശത്തിലേക്ക് നമ്മൾ പോകും, ഇല്ലെങ്കിൽ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന് ഇന്നത്തെ വചനം നമ്മൾ കാണുക. അതുകൊണ്ട് ആത്മാർത്ഥമായി പൂർണ്ണമായ പശ്ചാത്തലത്തോടെ ക്രിസ്തുവിലേക്ക് തിരിയുവാനുള്ള വലിയ മനസ്സ് ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അതിനായി ഒരുക്കട്ടെ. ദിവസങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കുമ്പസാരി ചുരുങ്ങിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനുള്ള വലിയ മനസ്സ് സ്വന്തമാക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതെന്ന് അരുളിച്ചത് മിശിഹായി സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ പോത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവേ, ജീവിതക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ച കർത്താവേ, ഉത്തിതനായി നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെന്ന് പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായിട്ട് പറഞ്ഞ് മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. സകലത്തിന്റെയും നാഥ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
കാഴ്ചപോലെ അബ്രഹാം തൻ സുതന് നൽകിയ പോലെ ഒന്നുമില്ലെൻ കയ്യിൽ നിനക്കായി നൽകാൻ എന്നെ മാത്രം നിൻ മുൻപിലേകുന്നു ആബേലിൻ പവിത്രമാം കാഴ്ചപോലെ അബ്രഹാം തൻ സുതന് നൽകിയ പോലെ എൻ ജീവിതം നൽകുന്നു ഞാൻ നിൻ കൈകളിൽ ദൈവമേ ബലിവസ്തുവായി നീ മാറ്റിയിടണേ നിൻ സ്നേഹാഗ്നി ജ്വാലയിലെരിഞ്ഞിടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയൂസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിയുടെ ഓർമ്മയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ പിതാവിനെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾ പിതാവിനാൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉറപ്പും നിത്യായുസ്സങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് ഏർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരാനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ്
അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയബദ്ധജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാത്തിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധിക്കും. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോട് കൂടെ. ചൊല്ലുതരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ തിന്മകളിൽ നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റുള്ളവരോടും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ തിരുക്രമം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Oshana, Oshana, Raja, Oshana, Oshana, Raja,
ഓശാന ഓശാന രാജാധിരാജ ഓശാന ഓശാന രാജാധിരാജ പരിശുദ്ധൻ 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 കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ഉന്നതമേറിയ ഓശാന ദാവീദിൻ സുതൻ ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാലയോ 14 പാപ്പാക്കി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്താക്കും അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രസ് മെത്രാപ്പൊലീത്താക്കും രൂപതാധ്യക്ഷന്മാർ പോളി മെത്രാനും പുരോഹിതന്മാരും സംസ്ഥാനമാർ സമർപ്പിതരായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരം എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, യുവതി യുവാക്കൾ, തൊഴിലാളികൾ, തൊഴിലേതര വിധവകൾ, ഏകസ്ത്രീ എന്നിവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ദൈവജനത്തിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യന പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ, നിത്യസഹായകനേ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കാരുണ്യമേ ആരാധനയേ, കരുണാർത്ത സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനെ എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. കാരുണ്യമേ ആരാധനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരദരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനതാപത്തിൽ നാളാവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും ക്ഷമിക്കണമേ.
ഭിന്നതകളും കലങ്ങൾ വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശംശിയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ആത്മീയ വിരുന്ന് നിത്യജീവന കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും.
ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്ന വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളുടെ ഉപവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ നിരവോടും നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. സ്നേഹപിതാവ സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ. തൻ പ്രിയ സുതന രക്ഷിച്ചു. റൂഹാതൻ വരമേകുകയായി ത്രിത്വസ്തുതികൾ പാടി മുതാ ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാദൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമേ യാഗത്തിൽ പങ്കാളികള തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. ജീവനിലും തിരുസേവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണയെ സ്തുതി. നിന്നെ സ്വീകരിച്ച കാലം കടങ്ങളുടെ പൊട്ടിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങളുടെ അറിഞ്ഞുകൂടാ.